ഡേ ടു ഡേ ഇംഗ്ലീഷിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നമ്മുടെ ഇംഗ്ലീഷിനെ മെച്ചപ്പെടുത്തി എടുക്കുവാൻ വേണ്ടി നാം ഡെയിലി ഇംഗ്ലീഷ് കഴിയുന്നത്ര വായിച്ചും എഴുതിയും സംസാരിച്ചും പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. ഷോർട്ട് ഇംഗ്ലീഷ് സെൻറ്റൻസുകളോ അല്ലെങ്കിൽ സിമ്പിൾ ഇംഗ്ലീഷ് സെൻറ്റൻസുകളോ പതിവായിട്ട് ഉറക്കെ പറഞ്ഞു പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് താല്പര്യമുള്ള ബുക്സ്, ഷോർട്ട് സ്റ്റോറീസ്, ഇംഗ്ലീഷ് കാർട്ടൂൺസ്, ഇംഗ്ലീഷ് വീഡിയോസ്, ലേഖനങ്ങൾ ഇവയെല്ലാം വായിക്കുകയും കാണുകയും കേൾക്കുകയും അവയെ തന്നിരിക്കുന്ന സെൻറ്റൻസുകൾ അനുകരിക്കുവാനും നാം ശ്രമിക്കേണ്ടതുണ്ട്. നമുക്ക് കിട്ടുന്ന സന്ദർഭങ്ങൾ അനുസരിച്ച് നാം ഇംഗ്ലീഷ് സംസാരിക്കുക. തെറ്റുകളൊക്കെ വരും, എങ്കിലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നാം സംസാരിക്കുമ്പോൾ തെറ്റുകൾ വരിക എന്നുള്ളത് സ്വാഭാവികമാണ്. അത് ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുന്നവർക്ക് തെറ്റു പറ്റുക എന്നുള്ളത് സാധാരണമാണ്. തെറ്റുകൂടാതെ സംസാരിക്കാൻ പഠിച്ചവർ ആരും തന്നെ ഇല്ലെന്ന് നാം ആദ്യം മനസ്സിലാക്കുക. ഇപ്പോൾ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ പോലും ഗ്രാമാറ്റിക്കലി നോക്കിയാൽ ഒരുപാട് തെറ്റുകൾ വരുത്തുന്നുണ്ടെന്ന് നാം മനസ്സിലാക്കുക. നമുക്ക് തെറ്റുകൾ വന്നാലും നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് വരെ ഡെയിലി വീണ്ടും പ്രാക്ടീസ് ചെയ്ത് ഉത്സാഹത്തോടും സമർപ്പണത്തോടും കൂടെ മുന്നോട്ട് പോയിക്കൊള്ളുക. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഇംഗ്ലീഷ് ഭാഷ സംസാരിച്ചെടുക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ സാധിക്കും. സോ അതിനെ നമുക്ക് പോകാം ഇന്നത്തെ സെൻറ്റൻസുകളിലൂടെ. ഇതൊരു ഗ്രാമർ പഠന ക്ലാസ് അല്ല കേട്ടോ, എങ്കിലും നാം അറിയാതെ തന്നെ നമുക്ക് സംസാരിക്കാൻ വേണ്ടതായ ഗ്രാമർ പഠിക്കുന്നുമുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടാൽ ലൈക്കും സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് പോകാം ഇന്നത്തെ ടോപ്പിക്കിലേക്ക്. ഐ പ്ലേ ഫുട്ബോൾ. ഞാൻ ഫുട്ബോൾ കളിക്കാറുണ്ട്. ഐ പ്ലേ ഫുട്ബോൾ. ഷീ ഈറ്റ്സ് ബ്രേക്ക്ഫാസ്റ്റ്. അവൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ട്. ഷീ ഈറ്റ്സ് ബ്രേക്ക്ഫാസ്റ്റ്. ദേ ഗോ ടു സ്കൂൾ. അവർ സ്കൂളിൽ പോകാറുണ്ട്. ദേ ഗോ ടു സ്കൂൾ. ഹി വർക്ക്സ് ഹാർഡ്. അവൻ കഠിന അധ്വാനം ചെയ്യാറുണ്ട്. ഹി വർക്ക്സ് ഹാർഡ്. ഐ ആം റീഡിംഗ്. ഞാൻ വായിക്കുന്നു. ഐ ആം റീഡിംഗ്. ഷീ ഈസ് കുക്കിംഗ് ഡിന്നർ. അവൾ അത്താഴം പാചകം ചെയ്യുന്നു. ഷീ ഈസ് കുക്കിംഗ് ഡിന്നർ. ദേ ആർ പ്ലേയിങ് ഔട്ട്സൈഡ്. അവർ പുറത്ത് കളിക്കുകയാണ്. ദേ ആർ പ്ലേയിങ് ഔട്ട്സൈഡ്. ഹീ ഈസ് സ്റ്റഡിങ്. അവൻ പഠിക്കുന്നു. ഹീ ഈസ് സ്റ്റഡിങ്. ഐ ഹാവ് ഫിനിഷ്ഡ്. ഞാൻ പൂർത്തിയാക്കി. ഐ ഹാവ് ഫിനിഷ്ഡ്. ഷീ ഹാസ് ഈറ്റൺ. അവൾ ഭക്ഷണം കഴിച്ചു. ഷീ ഹാസ് ഈറ്റൺ. ദേ ഹാവ് അറൈവ്ഡ്. അവർ എത്തിയിരിക്കുന്നു. ദേ ഹാവ് അറൈവ്ഡ്. ഹി ഹാസ് ഗോൺ. അവൻ പോയി. ഹി ഹാസ് ഗോൺ. ഐ പ്ലേഡ് യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ കളിച്ചു. ഐ പ്ലേഡ് യെസ്റ്റർഡേ. ഷീ ഏറ്റ് ലഞ്ച്. അവൾ ഉച്ചഭക്ഷണം കഴിച്ചു. ഷീ ഏറ്റ് ലഞ്ച്. ദേ വെൻറ്റ് ഹോം. അവർ വീട്ടിലേക്ക് പോയി. ദേ വെൻറ്റ് ഹോം. ദേ പ്ലേഡ് ഔട്ട്സൈഡ്. അവർ പുറത്ത് കളിച്ചു. ദേ പ്ലേഡ് ഔട്ട്സൈഡ്. ഐ വിൽ സ്റ്റഡി. ഞാൻ പഠിക്കും. ഐ വിൽ സ്റ്റഡി. ഷീ വിൽ കുക്ക്. അവൾ പാചകം ചെയ്യും. ഷീ വിൽ കുക്ക്. ദേ വിൽ ട്രാവൽ. അവർ യാത്ര ചെയ്യും. ദേ വിൽ ട്രാവൽ. ഹി വിൽ കോൾ. അവൻ വിളിക്കും. ഹി വിൽ കോൾ. ഐ ഡ്രിങ്ക് വാട്ടർ. ഞാൻ വെള്ളം കുടിക്കാറുണ്ട്. ഐ ഡ്രിങ്ക് വാട്ടർ. ഷീ റൈറ്റ്സ് എ ലെറ്റർ. അവൾ ഒരു കത്ത് എഴുതാറുണ്ട്. ഷീ റൈറ്റ്സ് എ ലെറ്റർ. ദേ പ്ലേ വീഡിയോ ഗെയിംസ്. അവർ വീഡിയോ ഗെയിംസ് കളിക്കാറുണ്ട്. ദേ പ്ലേ വീഡിയോ ഗെയിംസ്. ഹീ സ്പീക്സ് ഇംഗ്ലീഷ്. അവൻ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. ഹീ സ്പീക്സ് ഇംഗ്ലീഷ്. ഐ ആം ടൈപ്പിംഗ്. ഞാൻ ടൈപ്പ് ചെയ്യുന്നു. ഐ ആം ടൈപ്പിംഗ്. ഷീ ഈസ് പെയിൻറ്റിംഗ് എ പിക്ചർ. അവൾ ഒരു ചിത്രം വരയ്ക്കുന്നു. ഷീ ഈസ് പെയിൻറ്റിംഗ് എ പിക്ചർ. ദേ ആർ വാച്ചിങ് ടി വി. അവർ ടി വി കാണുന്നു. ദേ ആർ വാച്ചിങ് ടി വി. ഹീ ഈസ് റണ്ണിങ് ഇൻ ദ പാർക്ക്. അവൻ പാർക്കിൽ ഓടുകയാണ്. ഹീ ഈസ് റണ്ണിങ് ഇൻ ദ പാർക്ക്. ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക്. ഞാൻ എൻ്റെ ഗൃഹപാഠം പൂർത്തിയാക്കി. ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക്. ഷീ ഹാസ് പ്രിപ്പയർഡ് ഫുഡ്. അവൾ ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട്. ഷീ ഹാസ് പ്രിപ്പയർഡ് ഫുഡ്. ദേ ഹാവ് ക്ലീൻഡ് ദ ഹൗസ്. അവർ വീട് വൃത്തിയാക്കി. ദേ ഹാവ് ക്ലീൻഡ് ദ ഹൗസ്.
ഹി ഹാസ് സ്റ്റഡീഡ് ഫോർ ദ ടെസ്റ്റ്. അവൻ ടെസ്റ്റിനായി പഠിച്ചു. ഹി ഹാസ് സ്റ്റഡീഡ് ഫോർ ദ ടെസ്റ്റ്. ഐ ഏറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ പ്രാതൽ കഴിച്ചു. ഐ ഏറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ഷീ ഡാൻസ്ഡ് അറ്റ് ദ പാർട്ടി. അവൾ പാർട്ടിയിൽ നൃത്തം ചെയ്തു. ഷീ ഡാൻസ്ഡ് അറ്റ് ദ പാർട്ടി. ദേ വാക്ക്ഡ് ടു സ്കൂൾ. അവർ സ്കൂളിലേക്ക് നടന്നു. ദേ വാക്ക്ഡ് ടു സ്കൂൾ. ഹീ പ്ലേഡ് ബാസ്കറ്റ്ബോൾ. അവൻ ബാസ്കറ്റ്ബോൾ കളിച്ചു. ഹീ പ്ലേഡ് ബാസ്കറ്റ്ബോൾ. ഐ വിൽ വിസിറ്റ് മൈ ഫ്രണ്ട്. ഞാൻ എൻ്റെ സുഹൃത്തിനെ സന്ദർശിക്കും. ഐ വിൽ വിസിറ്റ് മൈ ഫ്രണ്ട്. ഷീ വിൽ റീഡ് എ ബുക്ക്. അവൾ ഒരു പുസ്തകം വായിക്കും. ഷീ വിൽ റീഡ് എ ബുക്ക്. ദേ വിൽ ഗോ ഷോപ്പിംഗ്. അവർ ഷോപ്പിങ്ങിന് പോകും. ദേ വിൽ ഗോ ഷോപ്പിംഗ്. ഹീ വിൽ വാച്ച് എ മൂവി. അവൻ ഒരു സിനിമ കാണും. ഹീ വിൽ വാച്ച് എ മൂവി.